ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ചട്നി അതല്ലെങ്കിൽ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ചട്നിയുടെ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് പറയുന്നത്. ഇതൊരു ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഉണങ്ങിയ മുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബാമ്പൂ സ്റ്റിക്കിൽ അല്ലെങ്കിൽ നൈഫ് കത്തിയിലൊക്കെ കോർത്തിട്ട് ഒന്ന് ചുട്ടെടുത്തതാണ്. പിന്നെ ഒരു 6 അല്ലി ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം പുളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. പുളി ഒന്ന് ചെറുതായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സോക്ക് ചെയ്യണമെന്ന് ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നിച്ച് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ചുട്ടരച്ച ചമ്മന്തി, തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് മന്തിയുടെ കൂടെ കഴിക്കുന്ന ഒരു ചട്ടണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മന്തിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 2 തരത്തിലുള്ളത്. അപ്പോൾ നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലിങ്ക്. കാണാത്തവർക്ക് കാണാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 3 മീഡിയം സൈസ് തക്കാളി എടുക്കാം. ഇവിടെ ഒരു വലിയ തക്കാളിയും 2 മീഡിയം സൈസിനേക്കാളും ചെറുതായിട്ടുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 4 പച്ചമുളക് ചേർത്തിട്ട് പിന്നെ ഈ തക്കാളി മുങ്ങിക്കിടക്കുന്ന അളവിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളിയുടെ ആ സ്കിന്നൊക്കെ ഒന്ന് റിമൂവായി കിട്ടാനും അതുപോലെ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടണി കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കാണുമ്പോൾ അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമ്മൾ തക്കാളിയുടെ ആ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 വലിയ അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു പിടിയോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കണ്ടില്ലേ, നമ്മളുടെ ചട്ടണി ഇവിടെ, മന്തിയുടെ സ്പെഷ്യൽ ചട്ടണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞതുപോലെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അപാരമാണ്. അതായത് മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. ഇനി നമ്മൾക്ക് 3ാമത്തെ ചട്ടണിയുടെ റെസിപ്പി നോക്കാം. ഇത് ബിരിയാണിയുടെ കൂടെ കഴിക്കുന്നൊരു ചട്ടണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചധികം മല്ലിയില വേണം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മല്ലിയില ചേർത്തതിന് പകരമായിട്ട് നമുക്ക് പുതിന ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൻറ്റ് ചട്ടണി എന്ന് പറയും, അങ്ങനെയും ഞാൻ അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ലെങ്കിൽ പുതിനയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് 2ഉം കൂടെ ചേർത്തിട്ടും ഈ ഒരു ചട്ടണി അരച്ചെടുക്കാം. 2 ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മല്ലിയില മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഞാൻ ഇതിലെടുത്ത് വെക്കാൻ മറന്നുപോയി. ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് മുളകിടേണ്ട ഓർമ്മ തന്നെ എനിക്ക് വന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നേരത്തെ തന്നെ നമുക്ക് ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്, ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ നമ്മളുടെ കൊറിയാണ്ടർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ഇത് സാധാരണ നോർമൽ റൈസിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം, അതുപോലെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ മെയിനായിട്ട് ഇത് ബിരിയാണിയുടെ കൂടെയാണ് സെർവ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ചട്ടണീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്